ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ അനിയൻ്റെ ആനുവൽ ഡേ ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് ഞങ്ങളൊന്നും കഴിച്ചില്ല. അപ്പം നമുക്ക് കഴിക്കാം. അപ്പോൾ ഗൈസ്, രാവിലെ കഴിക്കുന്നത് ഫിറ്റ്നസിൻ്റെ സീരിയലും പിന്നെ അതിനൊപ്പം മിൽക്കും കൂടാണ് കഴിക്കുന്നത്. ഞങ്ങൾക്കത് മതി രാവിലെ, അതുകൊണ്ട് അപ്പോൾ അതാണ് കഴിക്കുന്നത്. ഞങ്ങൾ പാല് കുടിക്കുമായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് കഞ്ഞി മതിയെന്ന് പറഞ്ഞാൽ അമ്മ കഞ്ഞിയും കുടിക്കുമായിരുന്നു. കഴിച്ച് കഴിഞ്ഞ് പോകണേ, നമ്മൾ സ്കൂളിലെത്തി. നമ്മൾ സ്കൂളിലെത്തി. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗസ്റ്റ് കെവനും എവനും വന്നിട്ടുണ്ട്. അവരുടെ ചേട്ടന്മാരുടെ പ്രായമുള്ളവർ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവരുടെ കൊച്ചനിയന്മാരായ നമ്മളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്ന ആ സഹോദരങ്ങൾക്ക് വിദ്യാലയത്തിൻ്റെയും ട്രസ്റ്റിൻ്റെ പേരിൽ ആർദ്രമായ സ്വാഗതം ആശംസിക്കുന്നു. പ്രിൻസിപ്പളും ഈ സ്കൂളിലെ സീനിയർ അധ്യാപിക കൂടിയായ രമചേച്ചിയാണ്. രമചേച്ചിയെ ഈ ട്രസ്റ്റിന് വേണ്ടി ആർദ്രമായി സ്വാഗതം ചെയ്തു. ഹായ്, അറിയാമോ ഞങ്ങള് ചമ്മോ മാറിയില്ല. ഞങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ? ഞാൻ പൊട്ട ചോദ്യമാണ് കഴിക്കുന്നത്. ഇനി ഇവിടെ വിളിക്കൂ. അപ്പോൾ ഞാനിവൻ, ഇത് കെവിൻ. ശരിയല്ലേ? ശരിയാ, കറക്റ്റ്. ഇപ്രാവശ്യം ആലയേട്ടാ ശരിയാക്കി ഞാനും പറയുന്നത്. എന്നെ ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് കൈയടിക്കണം. ഡാൻസ് എന്നെ ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് കൈയടിച്ച്. തുല്യ ഫാൻസാണ്. നമ്മളാർക്കും അറിയിക്കുന്നുണ്ട് ഒരേപോലെ. ഇവിടെ ഞങ്ങൾ വന്നേക്കുന്നത് ഒരു ടീച്ചറിന് ഇഷ്ടമില്ല. ഇവിടെ ഭയങ്കര ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു ടീച്ചറാണ്. ആരാന്ന് പറയണോ? ഞാൻ ചുമ്മാ പറയാം. എൻ്റെ അമ്മോ ടീച്ചർമാരെ കേട്ടല്ല. ഓ, ഭാര്യ നടക്കില്ല. ചുമ്മാ പറഞ്ഞ ഞങ്ങള്. അപ്പോൾ ഞങ്ങൾ പമ്പച്ചിരിയിലൂടെയാണ് ഇപ്പം അത്യാവശ്യം. അതൊന്നും അങ്ങനല്ല. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളിങ്ങനെ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മൊണ്ണകളായിരുന്നു. ഞങ്ങൾക്ക് 2 ചേച്ചിമാരുണ്ട്. അപ്പോൾ മൂത്ത ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, നമുക്ക് പോയി ഒന്ന് കിട്ടത്തില്ലെന്നറിയാം. ചേച്ചിക്ക് അറിയാം. അവിടെ ലുലുവിലൊക്കെ ചുമ്മാ കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. എറണാകുളത്തായിരുന്നു. പറഞ്ഞു നീ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോൾ അവിടെ ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു. ഇതുപോലെ കൊച്ചു പിള്ളേരല്ല, പിന്നെ ഇന്ന പ്രായത്തിലുള്ള പിള്ളേരെ ഒരു ഓഡീഷൻ എടുക്കുക, പിള്ളേരുടെ പരിപാടി ചെയ്യാനാന്ന് പറഞ്ഞ്
ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് ഇവിടെ വൈറ്റില വെച്ചായിരുന്നു എറണാകുളത്ത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ പിള്ളേർ, ഞങ്ങൾക്ക് ആ പേടിയില്ല, കാര്യമില്ല, അതിനുള്ള ബുദ്ധി ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ അപ്പോൾ ഓരോരുത്തരെ വിളിച്ച് ഇവിടെ ഒരു ബാറ്റ് കിട്ടി, അങ്ങനെ ഓരോരുത്തരെ വിളിക്കും ഓരോ റൂമിൽ. ഞങ്ങളെ വിളിച്ചപ്പോൾ ഞാനും ഇവന് മാത്രമേ ഉള്ളൂ. എനിക്ക് അപ്പോഴാണ് പേടിയാകുന്നത്, ഇവിടുന്ന് ഒരു തീ കയറാറുണ്ട്. എനിക്ക് വോട്ടിന് ഇവരേ ഉള്ളൂ, ഇവര് വോട്ടിന് എനിക്ക്. ഞങ്ങൾ കയറി ചെന്നുടനെ അവിടെ ആ പരിപാടിയുടെ ഡയറക്ടറും പിന്നെ അവിടുത്തെ കുറച്ച് ഗ്രൂമേഴ്സും കുറച്ച് കാര്യങ്ങളും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു റൂമിനകത്ത് അടച്ചിട്ടേക്കുക, മൂന്നാം ക്ലാസ്സിൽ പഠിക്കുക. ഭയങ്കര പേടിയായിരുന്നു, ആൾക്കാരെ കാണുന്ന മുട്ടൊക്കെ ഇടിക്കാൻ തുടങ്ങി. ഇപ്പോഴും ഉണ്ട്. അപ്പോൾ വീട്ടുകാരെ ആരെയും വിളിച്ചിട്ടില്ല, അവരെല്ലാം വെളിയിൽ നിർത്തിയേക്കും. ഞങ്ങൾ കയറി ഉടനെ അവർ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം നോക്കി. അപ്പോൾ അറിയാലേ പേടിയായി. അത് ഞങ്ങളെ കണ്ടോടെ ചോദിച്ചു, നിങ്ങൾ ഗുസ്തി ഉണ്ടാക്കും? ഉണ്ടാക്കും. ആ എങ്കിൽ രണ്ടുപേരും ഉമ്മൊക്കെ പോയി. കേട്ടോ അത് കേൾക്കാത്തോ അത് രണ്ടുപേരും അറിയാതെ അങ്ങനെ ആയിപ്പോയി. അത് കണ്ടോടെ അവരെല്ലാവരും അങ്ങ് ചിരിക്കാൻ തുടങ്ങി. അത് കണ്ടിട്ട് സെലക്ട് ചെയ്തതല്ല, എന്തോ ഞങ്ങളെ കണ്ടപ്പോൾ അങ്ങനെ അവിടെ നിന്നാണ് ഞങ്ങളിങ്ങനെ സ്റ്റേജിൽ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴും ഞങ്ങൾക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അവനിങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അന്നത്തെ സ്കിറ്റ് കളിക്കാൻ കയറുമ്പോൾ ഇങ്ങനെയാണ് കളിക്കുന്നത്, തിരിഞ്ഞെന്ന്. അവർ പറയും നിങ്ങളുടെ ചന്തി കാണാനല്ല ക്യാമറ വെച്ചേക്കുന്നതെന്നില്ല. അറിയത്തില്ലായിരുന്നു, തിരിഞ്ഞെന്നാണ് മിക്ക ആൾക്കാരും കളിക്കുന്നത്. ബാക്കി പിള്ളേർ ചിരിക്കും, ഞങ്ങളും ചിരിക്കുമായിരുന്നു. അങ്ങനെ 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 പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ആണ് ആ പ്രോഗ്രാം. ഞങ്ങളൊരു 5ാം ക്ലാസ് വരെ ആ പ്രോഗ്രാം ചെയ്യുമായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഈ പമ്പർച്ചിരിയിലോട്ട് വന്നത്. പമ്പർച്ചിരി വന്നപ്പോൾ തന്നെ സ്കിറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് മറ്റേത് അവർ സഹായിക്കുമായിരുന്നു. സഹായിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സിനിമയുടെ ഓഡിയോ ഇട്ട് വരും, അത് നമുക്ക് ലിപ്പനൊക്കെയാൽ മതി. ഇത് സ്വന്തമായിട്ട് നമ്മൾ പറയണം. ഞങ്ങളെ ഇത്ര വരെ ആക്കിയത് നിങ്ങളെല്ലാവരുമാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു. അപ്പം ഞങ്ങളിവിടെ വിളിച്ച എല്ലാവർക്കും താങ്ക് യു. Thank you. Our school is delighted to honor and present a memento to Master Evan and Master Kevin as a token of our love and appreciation. I request our principal, thank you everyone. സ്കിറ്റല്ല, സ്കിറ്റ് കളിക്കാനുള്ള കോസ്റ്റ്യൂമും കാര്യങ്ങളും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ തീർന്ന് പറഞ്ഞ് മറ്റേ പാട്ട് പാടാം. എല്ലാവർക്കും ആ പാട്ട് അറിയായിരിക്കും. അറിയത്തില്ലേ? അപ്പം പാടാം. അപ്പം പാടാം, പക്ഷെ കൈയടിക്കണം. അങ്ങനല്ല, പാടുമ്പോൾ നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള പാട്ട് തന്നെ. പെട്ടെന്ന് പാട്ട് പറയുമ്പോൾ ഞങ്ങൾക്ക് ആകെ ആ പാട്ട് അറിയത്തുള്ളൂ. പാടുക. അച്ചാച്ചൻ വന്നല്ലോ, ബഷീർന്ന് വന്നല്ലോ, പോറഞ്ചോടാ കൊണ്ട് തന്നല്ലോ, ആലമിഴഞ്ഞെക്കുമ്പോ ചാടും, ചാടുമ്പോ ഉയരും അച്ചാച്ചനൊന്നു ഞെക്കിക്കേ. റോട്ടിൽ കൂടി ഞാൻ നടന്നു, കാറ്റടിച്ചു കൂടെ മുടങ്ങി, കൂടെയെല്ലാം കീറി മഴയെല്ലാം പെയ്തു,
കല്യാണത്തിന് കേറി ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഓ അച്ചാച്ചൻ വന്നല്ലോ, ബഷീർന്ന് വന്നല്ലോ, ഫോറും കൂടാ കൊണ്ട് തന്നല്ലോ. ആലരുയ ഞെക്കുമ്പോ ചാടും ചാടും പോയേരും അച്ചാച്ചനൊന്നു ഞെക്കിക്കേ. താങ്ക് യു. താങ്ക് യു. യൂട്യൂബിലുണ്ട്. ഷൈൻഡോന്റെ കളിക്കാൻ പറഞ്ഞേക്കുക. കളിക്കണോ? ഞാൻ ഇവനാ ഇറക്കിയോ? ഞാൻ ഒറ്റയ്ക്ക. നീ കളി. ഓക്കെ ചെയ്യാം. അവന് കയ്യിടുക. പറയാണ് പാട്ട്. മാന്യ പ്രേക്ഷകർക്ക് ജോഡീശ്വരനിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോ ഇന്നത്തെ നമ്മളെ അതിഥി എന്ന് പറയുന്നത് മറ്റാരുമല്ല, നിങ്ങളെല്ലാം പ്രിയപ്പെട്ട, നിങ്ങളെല്ലാം കണ്ണിലുണ്ടിയായ ഷൈൻ ടോം ചാക്കോ. ഷൈൻ ടോം ചാക്കോ ഒരു ഷെക്കൻഡ് തരൂ. ഷെക്കൻഡ് തരൂ. ഓക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ മതി. അപ്പോ ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ എത്തിയിരിക്കുന്ന ഷൈൻ ടോം ചാക്കോയാണ്. ആദ്യമേ നമുക്ക് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഷൈൻ ടോമിന്റെ കുറച്ച് വിശേഷങ്ങൾ അറിയാം. ഷൈൻ ടോം എന്തോ എന്തൊക്കെയുണ്ട്? എല്ലാം ഉണ്ട്. ടീച്ചർമാരുണ്ട്, സാറുമാരുണ്ട്, ലേഡിയുണ്ട്. അതല്ല ചോദിച്ചേ, പിന്നെ ഏതാണ് ഷൈൻ ടോം? ഏതാ ചോദിച്ചേതാ? അല്ല അങ്ങനെ ഏതാ ചോദിച്ചേ? അതെ ഏതാ 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 ചോദിച്ചേ? ഷൈൻ ടോം എവിടെ? ശല്യമായാലോ? എന്തിനാ ഈ സ്കിറ്റ് കളിക്കാൻ പറഞ്ഞ? കയ്യിൽ നിട്ടൊക്കെ കളിക്കുന്നത്. അതെ, പിന്നെ നിങ്ങൾ വലിയ ആളാ, എന്നെ ഇങ്ങനെ ഷൈൻ ടോം വിളിക്കണ്ട. എന്നെ ഒരു അനിയാന്ന് വല്ലതും വിളിക്കാം. നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ വന്നേ. നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ വിളിക്കണ്ട. ഏതാ? എൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ അങ്ങനെ വിളിക്കണ്ട, എനിക്ക് എന്തോ പോലെ. മുഖത്ത് നോക്കി ഷൈൻ ടോം ചാക്കോ എന്ന് വിളിക്കണ്ടെന്നല്ലേ പൊതുവെ? ഷൈൻ ടോം ചാക്കോ. മതി മതി, ഇവൻ എന്താണ്ടൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഒന്നും ഇല്ലാത്തതാണ്, ചുമ്മാ അവരെ നന്നാക്കിയിട്ടാ. Thank you, dears. Achievements are meant to be recognized. So
അപ്പോൾ ഇനി എൻ്റെ അനിയൻ്റെ പ്രോഗ്രാമായിരുന്നു ഷേപ്സിൻ്റെ. Our little talents, worldwide, full of maths. Here comes our little friends. Shapes, shapes, we are shapes, we are pretty shapes. Would you like to play a game? Will you tell our names? Yes! I go round and round, I look like a wheel. Who am I? Who am I? Circle! Yes, circle. I am like an egg or a circle that is long. Who am I? Who am I? Oval! Yes, oval. I have 3 corners and I have 3 sides. Who am I? Who am I? Triangle! Yes, triangle. Shapes, shapes, we are shapes, we are pretty shapes. Would you like to play a game? Will you tell our names? Yes! I have 4 corners and sides, all my sides are equal. Who am I? Who am I? Square! Yes, square. I have 4 corners and sides, opposites are equal. Who am I? Who am I? Rectangle! Yes, rectangle. I have 4 corners and sides, I look like a kite. Who am I? Who am I? Diamond! Yes, diamond. Shapes, shapes, we are shapes, we are pretty shapes. Would you like to play a game? Will you tell our names? Yes! Oh, yes! I have 5 corners and I have 5 sides. Who am I? Who am I? Pentagon! Yes, pentagon! I look like a star. I have 5 pointed corners. Who am I? Who am I? Star! I'm a star. I look like a heart and I look like a leaf. Who am I? Yes, who am I? Heart! Yes, heart! Shapes, shapes, we are shapes, we are pretty shapes. Would you like to play a game? Will you tell our names? Yes! Circle! Oval! Triangle! Square! Rectangle! Diamond! Pentagon! Star! Heart! എൻ്റെ അനിയൻ്റെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണേ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളിനും വീട്ടിൽ പോവാണ്. അപ്പോൾ ബൈ.